ഇല്ല. വിജയകുമാർ അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ ഈ രാജ്മുന്ദ്രിയിൽ നിന്നതായി ഈ തീവണ്ടി വിജയവാഡയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയും പോലീസ് സംഘം കാത്തിരിപ്പുണ്ടെങ്കിൽ പോലീസിന്റെ കാണാമറയത്തേക്ക് മറഞ്ഞു നിൽക്കാൻ കുട്ടിക്ക് കഴിയും. വിജയകുമാർ, ഹാഷ്മി, ഈ ചെന്നൈയിലേക്ക്, അതായത് ചെന്നൈ എഗ്മോർ ആ സ്റ്റേഷനിലേക്ക് ഈ കുട്ടി യാത്ര ചെയ്ത ട്രെയിൻ എത്തിയത് രാവിലെ 6:33-നാണ്. അത് റെയിൽവേയുടെ ടൈം ടേബിൾ അനുസരിച്ച് 6:33-ന് ചെന്നൈ എഗ്മോറിൽ ഈ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്കോ നോർത്ത് ഈസ്റ്റിലേക്കോ ട്രെയിനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബംഗളൂരുവിലേക്ക് അവിടെ നിന്ന് 2-3 ട്രെയിനുകൾ അടുത്ത മണിക്കൂറുകൾ ഏതാണ്ട് 11:30 വരെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ അതിന് അടുത്ത് ഏതാണ്ട് ഈ എഗ്മോറിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള പേരമ്പൂരിൽ നിന്ന് 9:15-ന് ഈ അരോണ എക്സ്പ്രസ് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ചെന്നൈ എഗ്മോറിൽ നിന്ന് 8 കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയൂ. നമുക്കറിയാം, അതിൽ ബസ്സിന് പോകാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ബസ്സിന് അവിടെ സ്ത്രീ യാത്രക്കാർക്ക് പൈസ കൊടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാം ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ആ സേവനം ആ കുട്ടി ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ ഈ പെരമ്പൂരിലെത്തി അവിടെ നിന്ന് അരോണ എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ ഇപ്പോൾ അത് വിജയവാഡയിലേക്ക് അടുക്കുന്നുണ്ട്, വിജയവാഡയിലേക്ക് എത്താൻ പോവുകയാണ്. വിജയവാഡ നമുക്കറിയാം വലിയൊരു സ്റ്റേഷനാണ്, ധാരാളം ട്രെയിനുകൾ വരുന്ന ഒരു വലിയ സ്റ്റേഷനാണ്. ഒട്ടുമിക്ക ട്രെയിനുകളും ഏതാണ്ട് ഒരു 10 മിനിറ്റോളം അവിടെ സ്റ്റോപ്പുണ്ട്. അതിനുശേഷമേ അവിടെ നിന്ന് പോകാറുള്ളൂ. കാരണം പല ട്രെയിനുകളും കൂടുതൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നത്, അതിൻ്റെ കുടിവെള്ളമൊക്കെ നിറയ്ക്കുന്നത്, ഭക്ഷണമൊക്കെ കയറ്റുന്നതൊക്കെ വിജയവാഡ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ വിജയവാഡ ഒരു വലിയ, നമ്മൾ ഈ ഷൊർണൂർ ജംഗ്ഷൻ എന്നൊക്കെ പറയാറുള്ളത് പോലെ ഒരു വലിയ സ്റ്റേഷനാണ് വിജയവാഡ. അപ്പോൾ ആ സ്റ്റേഷനിലേക്കാണ് ആ ട്രെയിൻ എത്തുന്നത്. ഇപ്പോൾ ഈ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ചെന്നൈയിൽ ഇറങ്ങിയ ശേഷം എവിടേക്ക് പോയി? എനിക്ക് തോന്നുന്നു ആ തീവണ്ടിയിലുള്ള യാത്രക്കാരാണെന്ന് എന്താണ് വന്ദീപ് ചേരാൽ എന്ന് പറഞ്ഞ പ്രേക്ഷകർ പറയുന്നു. അരോണ എക്സ്പ്രസ് രാജമുന്ദ്രി എത്തി ജസ്റ്റ് നൗ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ തീവണ്ടിയിലുള്ള ആളായിരിക്കും. ആ തീവണ്ടിയിലുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ ആ തീവണ്ടിയുടെ വന്ദീപിനോട് അഭ്യർത്ഥിക്കുന്നത് ആ തീവണ്ടിയുടെ കൃത്യമായ യാത്രാപഥം ഒന്ന് കമൻറ്റ് ബോക്സിൽ അല്ലാതെയോ പറഞ്ഞു തരാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ട്രാവൽ പാത്തിൽ കാണുന്ന രാജമുദ്രയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ട്രാവൽ പാത്ത് അത്തരത്തിൽ ചെറിയ തോതിൽ ഒരു പിഴവ് സംഭവിക്കാറുണ്ട്. രാജമുന്ദ്രിയിൽ ഇപ്പോൾ ജസ്റ്റ് എത്തി എന്നുള്ളതാണ് വന്ദീപ് ചേരാൽ പറഞ്ഞത്. വന്ദീപിൽ നിന്ന് പറയാൻ കഴിയും രാജമുന്ദ്രിയിൽ നിന്ന് വിജയവാഡ വരെയുള്ള ദൂരം എത്രയാണെന്ന് ഒരു പക്ഷേ നമ്മുടെ വന്ദീപിൽ തന്നെ പറഞ്ഞു തരാൻ കഴിയും. വിജയകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ തീവണ്ടിയിൽ ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല ഹാഷ്മി. ഈ തീവണ്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു സാധ്യതയാണ് കുട്ടിയെ കണ്ടെത്താൻ. വിജയവാഡ എന്നത് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കേരള പോലീസ് ആ സന്ദേശം റെയിൽവേ പോലീസിനും അല്ലെങ്കിൽ ലോക്കൽ പോലീസിനും കൈമാറുകയാണെങ്കിൽ, ഇതിനോടകം കൈമാറിയിട്ടുണ്ട് നമുക്കറിയാം. ഇപ്പോൾ RPF തന്നെയാണ് ചെന്നൈയിലെ CCTV പരിശോധിച്ച് അവിടെ എത്തിയെന്നും സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയവാഡയിൽ നിന്ന് ആ ട്രെയിനിൽ ഒരു വിശദമായ പരിശോധന നടത്താൻ കഴിയും. ഇനിയിപ്പോൾ വേണമെങ്കിൽ കൂടുതൽ സമയം ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടൊരു പരിശോധനയ്ക്ക് പോലും സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടാകില്ല, ഇത്തരം ഒരു മിസ്സിംഗ് കേസിൽ ഒരു കുട്ടി അതിലുണ്ടെന്ന് ഉറപ്പിച്ചാൽ. പക്ഷേ അവിടെയും പ്രശ്നം, അവിടേക്ക് ഈ കുട്ടി എത്തിയിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത, ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തതയില്ല. കാരണം എഗ്മോറിലല്ല ഈ ട്രെയിൻ വരുന്നത്, എഗ്മോറിലേക്ക് വരാതെ തിരിഞ്ഞു പോകുന്നതാണ്, ഈ പെരമ്പൂരിൽ നിന്ന് പോകുന്നതാണ് ആ ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് എഗ്മോറിൽ വരാത്ത ട്രെയിനിലേക്ക് കുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതൊരു ആസൂത്രിത യാത്ര തന്നെയാണ്. കാരണം എഗ്മോറിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് ഈ ട്രെയിൻ വരുന്ന സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നു, അവിടെ നിന്ന് ഈ ട്രെയിൻ പിടിക്കുന്നു, അങ്ങനെ ഗുവാഹട്ടിയിലേക്ക് പോകുന്നു. അതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, ഈ കുട്ടി സഹോദരൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് എഗ്മോറിൽ നിന്ന് തന്നെ ബംഗളൂരുവിലേക്ക് പോകാൻ കഴിയും. അതിനുള്ള സമയമുണ്ടായിരുന്നു, അതിനുള്ള ട്രെയിനുകളും ഈ എഗ്മോറിൽ ആ സമയത്തോ അതിന് ശേഷവും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ എഗ്മോറിൽ നിന്ന് ബംഗളൂരുവിലേക്ക് നിരവധി ട്രെയിനുകൾ ഉണ്ടായിരുന്നു. രാവിലെ സമയങ്ങളിൽ ഉച്ചവരെ നിരവധി ട്രെയിനുകൾ ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്നിൽ കയറി അതിന് സഹോദരൻ്റെ അടുത്തേക്ക് പോകാൻ 2 സാധ്യത സജീവമായി ഈ 13-കാരിയുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ഹാഷ്മി, ആ കുട്ടി ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ യാത്രയാണ് എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കന്യാകുമാരിയിൽ ആ ട്രെയിൻ തന്നെ ഇരുന്ന് ചെന്നൈയിലേക്ക് എത്തുന്നു, എഗ്മോറിൽ ഇറങ്ങുന്നു, എഗ്മോറിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു കാര്യമുള്ളത്, പരമാവധി സ്റ്റേഷനിൽ വെള്ളമെടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുകയും തിരികെ ട്രെയിനിൽ തന്നെ വേഗത്തിൽ കയറുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ഐലൻഡ് എക്സ്പ്രസ് യഥാർത്ഥത്തിൽ കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ആ ട്രെയിൻ വേറൊരു പേരിലാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ തന്നെ കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ വേഗത്തിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം നിറച്ച് വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന തരത്തിലോ പെരുമാറാതെ ആ ട്രെയിനിൽ തന്നെ കുട്ടി തുടരുന്നുണ്ട്. അപ്പോൾ അധികം ആരുടെയും കണ്ണിൽപ്പെടാതെ ഏതെങ്കിലും സംശയം തോന്നാതെ തന്നെയാണ് 13 വയസ്സുള്ള കുട്ടി ചെന്നൈ വരെ എത്തിയതെന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഭവിതയുടെ ഫോൺ ചിത്രം എടുക്കുന്ന സമയത്ത്
ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെയാണ് അതിൽ ഒരു നോട്ടം ബോൾഡ് ആണെന്ന് അതൊരു തർക്കം അക്കാര്യത്തിലില്ല. എന്തായാലും 13 വയസ്സുള്ള പാവം കുഞ്ഞല്ല അത് കുറച്ച് ഞാൻ എപ്പോഴും പറയും, നല്ല അർത്ഥത്തിൽ തന്നെ പറയുന്നതാണ്. എൻ്റെ വ്യക്തിപരമായ നിലപാടിൽ കുട്ടികൾ അങ്ങനെ ബോൾഡായി തന്നെ വളരണം എന്ന വ്യക്തിയുടെ നിലപാടുള്ള ആളാണ് ഞാൻ. എന്തായാലും ആ കുട്ടി ബോൾഡാണ്. ചിത്രമെടുക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ആ ചിത്രമെടുക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത സ്റ്റേഷനിൽ ആ കുട്ടി അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയിട്ടില്ല. ആ കുട്ടി ഇവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന എല്ലാ സ്റ്റേഷനിലും കയറി പരിശോധിക്കുന്ന പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ വളരെ സുരക്ഷിതയായി തന്നെ ചെന്നൈയിലേക്ക് എത്തി എന്നാണ് കരുതേണ്ടത്. എഗ്മോറിൽ ഇറങ്ങി എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എഗ്മോറിൽ കുട്ടി ചെന്നൈ എഗ്മോറിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ RPF പരിശോധിക്കുകയാണ്. എവിടേക്ക് പോയെന്നത് പരിശോധിക്കുന്നു. എഗ്മോറിൽ നിന്നും ഗുവാഹത്തിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം കൂടി ചില പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് വഴി എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള വിവരം ഈ പറഞ്ഞ അരോണ എക്സ്പ്രസ് എന്ന് പറയുന്ന എക്സ്പ്രസ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി പാലക്കാട് അവിടെ നിർത്തി പരിശോധിച്ചത് അരോണ എക്സ്പ്രസ് എന്നുള്ള ഒരു തീവണ്ടി ഇന്നലെ രാത്രി. അതേ ട്രെയിൻ തന്നെ ആവാൻ ഈ ട്രെയിൻ വഴിയില്ല. കാര്യം അത് വേറെ റൂട്ടാണെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതൊന്നുകൂടി നോക്കണം. എന്തായാലും ഇന്നലെ രാത്രി പാലക്കാട് നിർത്തി പരിശോധിച്ച ട്രെയിൻ അരോണ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് കുട്ടിയെ കണ്ടെത്തിയെന്നൊരു ഒരു സൂചനാ സമയത്ത് വന്നിരുന്നു. അപ്പോൾ പാലക്കാട് ഈ അരോണ എക്സ്പ്രസ്സിൽ തന്നെയാണ് അത് ഈ ട്രെയിനിൻ്റെ പേരിൻ്റെ സമാനത കൊണ്ട് വന്ന വാർത്തയാണോ എന്ന് അറിയില്ല. എന്തായാലും അതിലടക്കം കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. എന്തായാലും ഒരു കാര്യം പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് യാത്ര മുൻ പ്ലാൻ പ്രകാരമാണോ എന്ന് തന്നെ പോലീസ് ഇപ്പോൾ കൃത്യമായി സംശയിക്കുകയാണ്. തസ്മിത് തംസിന് യാത്ര ചെയ്യാൻ കൃത്യമായ നിർദ്ദേശം ലഭിച്ചോ എന്നിപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. തസ്മിത് തംസിൻ്റെ സഹോദരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ സഹോദരനും അന്വേഷണ പരിധിയിലുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. സഹോദരനും തസ്മിത്തും തമ്മിൽ ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്നോ എന്നതും ഇപ്പോൾ പരിശോധിക്കും. നമ്മളോട് ഈ സഹോദരൻ വാഹിദ് നേരത്തെ പറഞ്ഞത് 7 നാൾക്ക് മുമ്പ് മാത്രമാണ് തസ്മിത്തുമായി ഏറ്റവും ഒടുവിൽ ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം ഫോൺ വിളിയൊന്നും അങ്ങനെ ഇല്ല. കുട്ടിയുടെ ചിത്രമൊന്നും അദ്ദേഹത്തിൻ്റെ ഫോൺ, നമ്മളപ്പോൾ ഏതെങ്കിലും അഡീഷണൽ ചിത്രങ്ങൾ കയ്യിലുണ്ടോ, കാര്യം ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ വേറെ ചിത്രങ്ങളൊന്നുമില്ല എന്നാണ് വാഹിദ് പറഞ്ഞത്. ഫോൺ വിളിയേ ഇല്ല, 7 ദിവസം മുമ്പ് ഒന്ന് വിളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്നിപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. സഹോദരനും തസ്മിത്തും തമ്മിൽ ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ഏത് നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പ്ലാൻ ഉണ്ടോ, ആ പ്ലാൻ പ്രകാരം സഹോദരനും അതിൽ പങ്കാളിയാണോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല അർത്ഥത്തിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടിയെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അനിയത്തെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുക, വീട്ടിൽ നിന്ന് മാറ്റുക എന്ന നല്ല ഉദ്ദേശത്തിൽ തന്നെ ആ സഹോദരൻ പെരുമാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്.